പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ മാലിനി. ഇന്ന് നമുക്ക് കുട്ടികളുടെയൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള ഡോണറ്റ്സ് എങ്ങനെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം, എളുപ്പത്തിൽ ഉണ്ടാക്കാം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 3 കപ്പ് മൈദമാവ് എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്കൊരു ജസ്റ്റ് ഒരു കുഴി ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ഒരു മുട്ട, റൂം ടെമ്പറേച്ചറിലുള്ള ഒരു മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും 3/4 കപ്പ് പാല്, ഇതും റൂം ടെമ്പറേച്ചറിൽ തന്നെയായിരിക്കണം. ഇനി ഒരു 1/4 കപ്പ് പഞ്ചസാര, തരിയോട് കൂടിയിട്ടുള്ള പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. 3/4 ടീസ്പൂൺ ഉപ്പ്, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് അല്ല, നോർമൽ തരിയുള്ള ഈസ്റ്റ് ആണെങ്കിൽ 1 ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇൻസ്റ്റൻ്റ് ആയത് കാരണം ഞാൻ 1/4 ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 50 ഗ്രാം ബട്ടറും, അതും റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ്. ഇനി ഇത് നന്നായിട്ട് ഒരു തവി വെച്ചിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. ഇതെല്ലാം ഒന്ന് യോജിച്ച് വരുന്ന വരെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഞാൻ ഒരുവിധം മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് കുഴയ്ക്കാം. ഒന്നില്ലെങ്കിൽ ആ പാത്രത്തിൽ തന്നെ ഇട്ടിട്ട് അല്ലെങ്കിൽ കൗണ്ടർ ടോപ്പിലിട്ടിട്ട് നന്നായി കുഴച്ചെടുക്കണം. അതേപോലെ ഇങ്ങനെ തീമ്പി കുഴയ്ക്കണം. ഒരു 10 മിനിറ്റ് നമുക്കിത് ചെയ്തെടുക്കണം. എന്നാലും നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡോണറ്റ്സ് കിട്ടുള്ളൂ. ഇനി നമ്മുടെ നന്നായി 10 മിനിറ്റ് കുഴച്ചതിന് ശേഷം നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ഒന്ന് പൊങ്ങി കിട്ടണം. അത് നമുക്ക് ഈസ്റ്റൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ, അപ്പം ഒന്ന് പൊങ്ങാനായിട്ട് വെക്കുന്നുണ്ട്. ഞാൻ 1 മണിക്കൂറാണ് ഞാനിവിടെ വെച്ചിട്ടുള്ളത്. എനിക്കൊരു 1 മണിക്കൂറിനുള്ളിൽ തന്നെ നന്നായിട്ട് പൊന്തി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ചിലവർക്ക് തണുപ്പുള്ള സ്ഥലമൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ 2 മണിക്കൂറൊക്കെ എടുക്കും. എനിക്ക് 1 മണിക്കൂറിനുള്ളിൽ പൊന്തി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഡോണറ്റിൻ്റെ ഷേപ്പിൽ പരത്തിയെടുക്കാം. ഞാനിവിടെ കുട്ടി ഡോണറ്റ്സാണ് ഉണ്ടാക്കുന്നത്. എനിക്ക് വറുത്തെടുക്കാനും എല്ലാം സൗകര്യത്തിന് വേണ്ടിയിട്ട് അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓരോരുത്തരുടെ പ്രിഫറൻസ് അനുസരിച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം ഒന്ന് എയർ ബബിൾസൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഇഷ്ടമുള്ള രീതിയിൽ പരത്തിയെടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു തിക്നെസ്സിൽ എടുക്കുന്നുള്ളൂ. നമുക്ക് നല്ല ഫ്ലഫ് ആയിട്ടുള്ള നല്ല പൊങ്ങി അങ്ങനത്തെ ഡോണറ്റ്സാണ് വേണ്ടത് വെച്ചാൽ കുറച്ചും കൂടി കട്ടിയിൽ വേണം പരത്തിയെടുക്കാൻ. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ മുറിച്ചെടുക്കാം. ഇതിപ്പം വെറുതെ റൗണ്ട് ആയിട്ട് തന്നെ നമുക്ക് മുറിച്ചെടുക്കാം, അല്ല നടുവിൽ സർക്കിളായിട്ടുള്ള അങ്ങനത്തെ ഷേപ്പ് വേണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. ബാക്കിയുള്ള മാവൊക്കെ ഞാൻ എടുത്തിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് പരത്തിയെടുക്കുന്നുണ്ട്. പരത്തിയിട്ട് ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു 5-6 പാർട്ടീഷൻ ചെയ്തിട്ട് ഓരോന്നും ബോളാക്കിയിട്ട് നടുവിൽ ഇങ്ങനെ കുഴിയാക്കിയിട്ട് കൊടുക്കുക ചെയ്യണം. അപ്പോൾ പിന്നെ പിന്നെയും നമ്മൾ പരത്തി അത് മുറിച്ചെടുത്ത് പിന്നെയും അത് ബാക്കി വരും. അപ്പോൾ അതിന് നിൽക്കണ്ടല്ലോ വെച്ചാൽ ഞാൻ ചുമ്മാ അതൊരു 4-5 എണ്ണയേ ഉള്ളൂ. അപ്പോൾ ഞാനതങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതിന് വീണ്ടും 1 മണിക്കൂർ നമുക്കിതാ ഒരു ക്ലിംഗ് റാപ്പ് വെച്ചിട്ട് കവർ ചെയ്തിട്ട് ഒന്നുകൂടി പൊന്താൻ വെക്കണം. പൊന്തിയതിന് ശേഷം നമുക്കൊരു പാനിൽ സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഒഴിച്ചിട്ട് നമുക്കിത് വറുത്ത് കോരാം. ആദ്യം ഞാൻ ആ നടുവിലുള്ള സർക്കിൾ മാത്രം അത് വറുത്തെടുക്കുകയാണ്. പിന്നെ നമ്മുടെ ഡോണറ്റ്സും വറുത്തെടുക്കുകയാണ്. വളരെ ചെറിയൊരു തീയിൽ ഇത് വെക്കാൻ പാടുള്ളൂ. തീ കൂടിപ്പോയാൽ ഭയങ്കര കരിഞ്ഞു പോവും, ഉള്ളു വേവും ചെയ്യില്ല. അതുകൊണ്ടാണ് ഞാൻ ചെറിയ ഡോണറ്റ്സ് പ്രിഫർ ചെയ്യുന്നത്. വലുതാവുമ്പം ഉള്ളു വേവാനും പാടാണ്. നമ്മൾ ചെറിയ തീയിലിട്ട് വേവിക്കുമ്പം നന്നായിട്ട് എണ്ണ പിടിക്കുകയും ചെയ്യും. അത് കാരണമാണ് ഞാൻ ഈ ചെറിയ ഡോണറ്റ്സ് ആയിട്ട് എടുക്കുന്നത്. ഇത് നമുക്ക് ഐസിങ് ചെയ്തെടുക്കാം. പല രീതിയിൽ നമുക്ക് ഐസിങ് ചെയ്തെടുക്കാം. ഡാർക്ക് ചോക്ലേറ്റോ വൈറ്റ് ചോക്ലേറ്റോ ആയിട്ട് മെൽറ്റ് ചെയ്തിട്ട് അതിൽ ജസ്റ്റ് ഡിപ്പ് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ഐസിങ് ഷുഗറിൽ വെറുതെ ഒന്ന് ഡസ്റ്റ് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ഐസിങ് ഷുഗറിൽ കുറച്ച് പാലൊഴിച്ച് മിക്സ് ചെയ്തിട്ട് ഒരു ബാറ്റർ പോലെ ആക്കിയിട്ട് അതിൽ ഡിപ്പ് ചെയ്തെടുക്കാം. എങ്ങനെ കഴിച്ചാലും നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. വളരെ എളുപ്പമല്ലേ ഇത് ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് ചോക്ലേറ്റ് ഞാൻ ഡിപ്പ് ചെയ്തതാണിത്. പിന്നെ ഐസിങ് ഷുഗർ വെച്ച് ജസ്റ്റ് ഒന്ന് ഡസ്റ്റ് ചെയ്തെടുത്തതുണ്ട്. പിന്നെ ഐസിങ് ഷുഗറിൽ നമ്മൾ പാലൊഴിച്ച് മിക്സ് ചെയ്തത് അതും ചേർത്തതുണ്ട്. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം. വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ഫീഡ്ബാക്ക് അറിയിക്കാം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ. താങ്ക് യു.